അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ സത്യവിശ്വാസിമാരെ, സഹോദര സഹോദരിമാരെ, മുസ്ലിമീങ്ങളെ, പ്രധാനമായ ഒരു വിഷയത്തിക്ക് ഈ ഒരു ചെറിയ ടൈമിൽ നിങ്ങളെല്ലാവരും ഗമനത്ത് കൊണ്ടുവരവ് ഉദ്ദേശിക്കരുത്. പുതിയൊരു അക്കാഡമിക് ഇയർ അത് സ്റ്റാർട്ടായിട്ട് മക്കളെ എഡ്യൂക്കേഷൻ്റെ വിഷയത്തിൽ ഭാരി ജാഗ്രത ആക്കൃതായ പേരൻസ് ಐತಿക്കರು ഞങ്ങൾ മുന്നുള്ളത് ഏത് സ്കൂളിಗೂ മക്കളെ ജോയിൻ ആക്കണം. അതേപോലെ SLC കഴിഞ്ഞതായ സ്റ്റുഡൻസിനങ്ങനെ ഏത് കോഴ്സ് എടുക്കണം, അതുക്കുള്ള സ്കോപ്പ് എന്തിന്, അതേപോലെ ഡിഗ്രിയുടെ വിഷയം ആ രീതിയിലെത്തിക്കറ് അവത്തുലു നടക്കുന്നതായ ചർച്ചകൾ ഉടനങ്ങ മനസ്സിലാക്കണായത് ഇതെല്ലാം ಐಹಿಕ ಲೋಕ ಜೀವನಕ್ಕೆ ಆವಶ್ಯಮಾಯದು ಮಾತ್ರ ಐತಿಕರು. ദുനിയാവുറ നല്ല നല്ല പോസ്റ്റസ് എന്തുണ്ട അതെല്ലാം കിട്ടുക വേണ്ടി തൈത്തിക്കർ ഈ പ്രയത്നങ്ങളെല്ലാം നടക്കരുത്. ഉടനങ്ങ ശ്രദ്ധിക്കണായ ഒന്ന് രണ്ട് വിഷയത്തിക്കർ ഇൻഷാ അല്ലാഹ് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഗമനത്തിന് കൊമ്പറുള്ളത്. ഒന്നാമതായിട്ട് ഒരു കിടാവുരെ ഒന്നാമത്തെ പഠിപ്പിരെ കേന്ദ്ര ചൊല്ലുന്നത്, സ്കൂളു ചൊല്ലുന്നത്, അത് ആ കിടാവുരെ അകൈത്തിക്കർ. ആ ഔത്തുല്ലിന്തൈത്തിക്കർ ആ കിടാവ് പലതും പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ബലിയായിട്ട് ബണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്കൂൾ അത് എല്ലാ അർത്ഥത്തിലും നല്ല ഒരു മാഹോൽ, നല്ല ഒരു അവസ്ഥയിൽ ആ കിടാവ് ബലിയായിട്ട് വന്നെങ്കിൽ ಖಂಡಿತമായിട്ടും ആ മക്കളെ കൊണ്ടെത്തു, ആ കിടാവറെ കൊണ്ടെത്തു നമുക്കും ആ മക്കളെ സ്വന്തത്തുക്കും സമൂഹത്തുക്കും സമുദായത്തുക്കും ഉപകാരപ്പെട്ടതായ മക്ക ആയിത്തീരാറ് ചൊല്ലുന്നതിൽ യാതൊരു സംശയവുമില്ല. ഉടനെ മനസ്സിലാക്കണായത് ഒരു കിടാവ് ഉമ്മരെ ബൈത്തിൽ നിന്ന് പുറത്ത് വേണ്ടത് ഒരു മാർക്കറ്റിൽ വെച്ചിട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവർക്കും ആ കിടാവുற മേൽ അവകാശവാദ ചൊല്ലുന്ന ഒരു അവസ്ഥയിലല്ല, ബദലൈത്ത് സ്വന്തം ഉമ്മരെ ബൈത്തിറുൾക നല്ല ഒരു അവസ്ഥയിലെത്തിക്കറ് ആ കിടാവ് ബലിയാവുന്നതും ഉമ്മര ബൈത്തിൽ നിന്ന് പുറത്ത് പറയുമ്പോൾ നല്ല ഫിത്തറത്തോടു കൂടി തെറ്റിക്കറ് പുറത്ത് പണ്ടത് നല്ല ഒരു ശുദ്ധമായ ഒരു അവസ്ഥയിൽ യാതൊരു ബെടക്കുമില്ലാത്തതായ യാതൊരു അർത്ഥത്തിലുമുള്ളതായ ദോഷവുമില്ലാത്തതായ ഒരു അവസ്ഥയിലെത്തിക്കറ് പണ്ടത്. അതുകൊണ്ടു ഓരോ പേരൻസും അങ്ങനെ മക്കളെ മേൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലുന്നത് വ ഇന്ന ലി വലദിക അലൈക ഹഖ്ഖ, തീർച്ചയായിട്ടും നിന്റെ മക്കളെ മേൽ നിക്ക് ചില അവകാശങ്ങളുണ്ട്. അത് കേവല ഉമ്മക്ക് മാത്രമല്ല, കേവല അബ്ബക്ക് മാത്രമല്ല, ഉമ്മക്കും അബ്ബക്കും അങ്ങനെ മക്കളെ മേൽ അവകാശങ്ങളുണ്ട് ചൊന്നതൈത്തിക്കറ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി തണ്ടത്. എന്തൈത്തിക്കറ് ആ അവകാശങ്ങൾ അല്ലെങ്കിൽ ആ ഹക്ക് എന്തിന് അത് ഞങ്ങൾ മനസ്സിലാക്കണം. ആ ഹക്ക് ഞങ്ങളെ മക്കളെ മേൽ ഞങ്ങൾ പൂർത്തിയാക്കണം. ഇല്ലണ്ടായെങ്കിൽ നാളെ ഖിയാമത്ത് നാളുണ്ട് ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് എതിരായിട്ട് സാക്ഷി ചൊല്ലുന്നതായ ഒരു അവസ്ഥയ്ക്കും. അതിൽ ഒന്നാമതായിട്ട് പ്രധാനമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കണായത് ഞങ്ങളെ മക്കൾക്ക് പടച്ച റബ്ബ് ആറ് ചൊന്നുത്തും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖുവത്ത് എന്തിനെ ചൊന്നുത്തും റഹ്മാനായ റബ്ബിനെ പരിചയാക്കി കൊടുക്കുന്നതിൽ വർക്കത്തുക്കും ഞങ്ങൾ ബാക്ക് പോകുത്തീരാം. ഏതെങ്കിലും ഒരു മദ്രസത്തേക്ക് പോയിട്ട് സേർപ്പാട്ടിയത് കൊണ്ടെത്തു ആ ഹക്ക് തീരില്ല. കാരണം പടച്ച റബ്ബ് ആറ് ചൊന്നുത്തും അവൻ്റെ മഹത്വം എന്തിനെ ചൊന്നുത്തും
അവൻ്റെ കൂവത്ത് എന്തിനെ ചൊന്നുത്തും അത് ഓരോ വിശ്വാസിയും ഓരോ മുസ്ലിമും നിർബന്ധമായിട്ടും പഠിക്കണായത് തിക്കറ്. അബ്ബ ചൊല്ലുற അവസ്ഥയിൽ ഞങ്ങൾ പഠിച്ചെത്തിക്കോണം, ഉമ്മ ചൊല്ലുற അവസ്ഥയിൽ ഞങ്ങൾ പഠിച്ചെത്തിക്കോണം. അത് കൃത്യമായിട്ട് മക്കൾക്ക് ചെറുതിരെ പിന്നമേ ആ റബ്ബ് സുബ്ഹാനഹു തആലയെ പഠിപ്പാട്ടി കൊടുക്കണം. നബിമാരെ ചരിത്രം എടുത്തു നോക്കണം. നബിമാരെല്ലാം മങ്ങളെ മക്കൾക്ക് വസിയത്ത് കൊടുത്തതും ഉപദേശാക്കിയതും അല്ലാഹു സുബ്ഹാനഹു തആലയിൽ ദുആറുന്നതും ഏത് വിഷയത്തിലെത്തിയത് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ട. അം കുൻതും ശുഹദാഅ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദിഹി ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വനഹ്നു ലഹു മുസ്ലിമൂൻ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കവും കിടക്കുന്നതായ ആ സന്ദർഭം മക്കളെ വിളിച്ചിട്ട് കേൾക്കുന്നതായ ഒരു പ്രശ്നമുണ്ട്. മക്കളൊട്ടിಗೆ കേൾക്കുന്നത് ലി ബനീഹി മാ തഅബുദൂന മിൻ ബഅദി, ഞാൻ ചെയ്യിച്ചെത്തിക്കുമ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയെ മാത്രമേ തിക്കറ് ഞങ്ങൾ ഇബാദത്ത് എടുത്തിട്ട് ചെയ്യിച്ചത്. ആയെങ്ക ഞാനിതാ മരിക്കുകൂടെ കടന്നിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളൊട്ടിಗೆ കേൾക്കുള്ളത് നന്റെ മരണത്തെ പിന്നെ വഫാത്തിനെ പിന്നെ നന്റെ കാലഘട്ടത്തെ പിന്നെ മാ തഅബുദൂന മിൻ ബഅദി നിങ്ങൾ എന്തിർത്തേ തിക്കറ് നിങ്ങൾ ഇബാദത്ത് എടുക്കരുത് കേട്ടപ്പം ആ മക്ക കൃത്യമായിട്ട് ചൊന്നത് ഖാലൂ അങ്ങ് ആ മക്ക ചൊന്നാർ നഅബുദു ഇലാഹക്, നിന്റെ ഇലാഹരെ തിക്കറ് ഞങ്ങൾ ഇബാദത്ത് എടുക്കരുത്. വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ, നിങ്ങളെ അബ്ബൈത്തുള്ളതായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബി അലൈഹിമുസ്സലാം അങ്ങെല്ലാവരും ഇബാദത്ത് എടുത്തതായ ഒരേ ഒരു ഇലാഹരെ തിക്കറ് ഞങ്ങൾ ഇബാദത്ത് എടുക്കരുത്. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമായിട്ട് ആ രീതിയിൽ ഞങ്ങൾ ദുനിയാവിൽ ചെയ്യിക്കില്ല ചൊന്നുത്തു. ആ മക്ക അബ്ബക്ക് ചൊല്ലണുണ്ടായെങ്കിൽ ആ നബിമാർ മക്കളെ ബൽത്തി വന്നതായ ഒരു അവസ്ഥ ഏതൊരു അവസ്ഥയിലെത്തിക്കും, ആ മക്കൾക്ക് കൊടുത്തതായ ഉപദേശങ്ങൾ ഏതെത്തിക്കും ആ റബ്ബ് സുബ്ഹാനഹു തആലയെ നിരന്തരമായിട്ട് പരിചയമാക്കി കൊടുത്തു. റബ്ബല്ലാത്ത ഒരാളൊട്ടിക്കും നിങ്ങൾ ഇബാദത്ത് എടുക്കുക തീര അല്ലാഹു സുബ്ഹാനഹു തആലയെ മാത്രം എത്തിക്കൊണ്ട് നിങ്ങൾ ഇബാദത്ത് എടുക്കടായത് ചൊല്ലേ ആ മഹത്തായ ആ തൗഹീദ് നിരന്തരമായിട്ട് അങ്ങ് മക്കൾക്ക് ചൊന്തു കൊടുത്താറ് ചൊന്നതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം വിഷയത്തിൽ സ്വന്തം മോനുക്ക് കൊടുത്തതായ ഉപദേശ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടി തണ്ടത് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പിർസത്ത മോനെ അല്ലാഹുവിൽ നീ ശിർക്കാക്കിയരണ്ട, അല്ലാഹുക്ക് പാർട്ട്ണർ നീ ഉണ്ടാക്കിയരണ്ട. ഇന്ന ശിർക ലളുൽമുൻ അലീം, കാരണം ഷിർക്ക് ചൊല്ലുന്നത് അത് അത്യന്ത ഭയാനകത്തെ ഉള്ളതായി തിക്കറ്, അത് അത്യന്ത നിന്റെ കൊമ്പോയിട്ട് വലിച്ച് നരകത്തുക്ക് എറിയപ്പെട്ടതായി തിക്കറ്, വലിയ സുൽമൈ തിക്കറ് ചൊന്നത്തു അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പഠിപ്പാട്ടി കൊടുക്കുന്നത് നമുക്ക് കാണുക സാധിക്കരുത്. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആർക്കരുത് വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, നന്റെയും നന്റെ മക്കളെയും അസ്നാം വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നീന് കാത്ത് രക്ഷിക്കുക ചൊന്നത് എത്തിക്കരുത്. ഒരു ഭാഗത്ത് ഞങ്ങളും എന്നൊരു ഭാഗത്ത് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെട്ടതായ വസ്തു അത്ര ദൂര അതിൽ നിന്ന് ദൂരാക്കുന്നത് മാത്രമല്ല ഭയങ്കര ഒരു ഞങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് കൊണ്ടുവന്നത് ചൊന്നതായ ഒരു ആശയത്തിലുള്ള ദുആയിത്തിക്കർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആർന്നത്. ഇനി ആലോചനാക്കണായത് പിർസത്തെ അബ്ബമാരെ ഉമ്മമാരെ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിഷയത്തിൽ ചൊന്തു കൊടുത്തിരണ ആ തൗഹീദിന്റെ വിഷയം ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുത്തിരമ്മ. ഷിർക്ക് എന്തിനും അതിൽ ഗൗരവം എന്തിനു ചൊന്നുത്തും അതിലെ ഭയാനക്കത്തെ എന്തിനു ചൊന്നുത്തും ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തിരാണ്. ഞങ്ങളെ ദുആത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയൊട്ടിಗೆ അല്ലാഹുവേ ഷിർക്ക് ചൊല്ലുற ആ മഹാപാപത്തിൽ നിന്ന് നന്റെയും നന്റെ മക്കളെയും നീ കാത്ത് രക്ഷിക്കു ചൊന്നുത്തു ദുആർന്നറാണ് ചൊന്നുത്ത ഞങ്ങൾ ഓരോരുത്തരും ആലോചനാക്കണം. എന്തിനെല്ലാം വേണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ ഞങ്ങൾ ദുആർക്കറ, ഏതെല്ലാം വിഷയം ഞങ്ങൾ മക്കളൊട്ടിಗೆ ഉപദേശാക്കറ, ഞങ്ങളിൽ ചൊല്ലുற നല്ല ഇത് പഠിക്കണം, നല്ല ഒരു അവസ്ഥയിലെത്തണം, എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അതെല്ലാം ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ചെറുതിരെ പിന്നമേ ഞങ്ങൾ അതിಗೆ ഉള്ള പ്രോത്സാഹ കൊടുക്കണം. ആയെങ്ക തൗഹീദിന്റെ വിഷയ ഷിർക്കിന്റെ വിഷയ എപ്പായെങ്കും ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ചൊന്തു കൊടുത്തിട്ടാണ് ചൊന്നു ഓരോരുത്തരും ആലോചനാക്കണം. ഇല്ലേട്ടായെങ്കിൽ നാലുക ഖിയാമത്ത് നാൾ രണ്ട് ഞങ്ങളെ മക്ക ഞങ്ങളെതിരെ കൈ കാട്ടിത്ത് അല്ലാ നന്റെ അബ്ബ നന്റെ ഉമ്മ നക്ക് ദുനിയാവിൽ വേണതായതെല്ലാം തന്നത് ആയെങ്ക ഷിർക്കിന്റെ വിഷയം ചൊന്തന്നില്ല, തൗഹീദിന്റെ വിഷയം ചൊന്തന്നില്ല. ഞാൻ അതുകൊണ്ടത്തെ ഷിർക്കിൽ എത്തിപ്പെട്ടെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടെ ചൊന്നതായ ഒരു അവസ്ഥയും ഒരു സാഹചര്യവും അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടാകുത്തിര. അതുകൊണ്ട് എന്തെല്ലാം ബിസി എന്തെങ്കിലും സമ ഏതെല്ലാം ഒരു അവസ്ഥയിൽ എന്തെങ്കിലും സമ മക്കൾക്ക് നിരന്തരമായിട്ട് മക്കൾക്ക് തൗഹീദിന്റെ വിഷയം ചൊല്ലണം,
ഷിർക്കിന് അപായ ചൊന്നത്ത് കൊടുക്കണം, അതുകൊണ്ട് തുല്യ ഭയാനക്കത്തെ ചൊന്നത്ത് കൊടുക്കണം. അങ്ങനെ നിരന്തരമായിട്ട് പടച്ച റബ്ബ് വിഷയം നിരന്തരമായിട്ട് ചൊന്നത്ത് കൊടുത്തു. ആ റബ്ബ് നിങ്ങൾ എവിടെ ഇന്നെങ്കും ആ റബ്ബ് നിങ്ങളെ കണ്ടോണ്ടുള്ള, നിങ്ങൾ ചൊല്ലത് കേട്ടോണ്ടുള്ള, നിങ്ങൾ ആക്കിയോണ്ടുള്ളത് അറിഞ്ഞോണ്ടുള്ള, നിങ്ങളെ ഹൃദയത്തിൽ ഒളിപ്പാട്ടി വെച്ചതും നിങ്ങൾ പ്രത്യക്ഷമാക്കുന്നതും എല്ലാം അറിഞ്ഞോണ്ടുള്ള ചൊല്ലതായ ആ മഹത്വമുള്ളതായ ഇൽമ്, ആ നോളേജ് ഞങ്ങ ഒന്നാമത്തെ സ്കൂളായ ഔത്തുൽ നിന്തെ അങ്ക് ആ നിരന്തരമായിട്ട് ആ ഇൽമു കൊടുത്തേണ്ടായെങ്കിൽ ഞങ്ങളെ മക്ക പടച്ചറബരെ പേടിക്കുന്നതായ മക്കായി തീരുവാർ. മരിക്കുന്നോടത്തോളം മുസ്ലിമായിട്ട് ചെയ്യിക്കുകയും മുസ്ലിമായിട്ട് മരിക്കുകയും തയ്യാറാവുന്നതായ മക്കായി തീരുവാർ. ഇല്ലെങ്കിൽ ദീനേതും വേണ്ട, നിസ്കാര വേണ്ട, അങ്ങനെ ആ ഒരു അവസ്ഥക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഇതിരെ അത്യന്ത ഗൗരവമായിട്ട് കാണുമെന്ന് ചൊന്നതൈത്തിക്ക് എല്ലാവരൊട്ടിയും നെനപ്പാക്കുകൊല്ലത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തെ കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കും. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാനായ ഹക്കെന്തരം ഉണ്ടാം, അത് പൂർത്തിയാക്കുമുല്ലേ തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.